ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബിനെ ഏതൊരുത്തൻ നെഞ്ചകത്ത് വഹിച്ചുവോ ആ റബ്ബിനെ കുറിച്ചുള്ള യഖീന്, ദൃഢനിശ്ചയം ഏതൊരുത്തന്റെ മനസ്സിൽ അരക്കിട്ടുറപ്പിക്കപ്പെട്ടുവോ അവർ നഫ്സ് മുത്മഇന്നയുടെ ഉടമകളാണ്. അവർക്ക് മുമ്പാകെ പ്രതിസന്ധികൾ കടലിലെ തിരമാലകൾ പോലെ ഒന്നിനുമീതെ ഒന്നായി അടിച്ചു വീശിയാലും, അവർക്ക് മുമ്പാകെ ദാരിദ്ര്യവും കഷ്ടപ്പാടും മുന്നിൽ വന്ന് പല്ലിളിച്ച് കാണിച്ചാലും അവർക്ക് യാതൊരു ഭയാശങ്കകളും ഉണ്ടാവുകയില്ല, ഒരസ്വാസ്ഥ്യങ്ങളും ടെൻഷനുകളും ഉണ്ടാവുകയില്ല. എന്തുകൊണ്ട്? റബ്ബിനെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർ ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ റിലീസാകും, രക്ഷപ്പെടും. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചത്. ഈ ഒരു മെസ്സേജ് റബ്ബിനെ ആര് കൂട്ടുപിടിച്ചോ, റബ്ബിനെ കുറിച്ചുള്ള ബോധത്തോടെ സദാ ആര് നിലകൊള്ളുന്നുവോ അവർക്ക് പേടിക്കാനില്ല. ദുന്യാവിൽ തന്നെ പേടിക്കാനില്ല, മരിച്ചിട്ടുള്ള കഥയല്ല. അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. സൂറത്തുർ റഅദിന്റെ 28ാമത്തെ ആയത്താണിത്. വയഹ്ദീ ഇലൈഹി മൻ അനാബ്. റഅദിന്റെ 27ാമത്തെ ആയത്ത് അവസാനിപ്പിക്കുന്നത് അല്ലാഹു ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, വയഹ്ദീ ഇലൈഹി മൻ അനാബ്. അല്ലാഹു അവനിലേക്ക് വഴി കാണിക്കും, മാർഗദർശനം നൽകും. ആരിലേക്ക്? സ്വർഗത്തിലേക്ക് വഴി കാട്ടി കൊടുക്കും എന്നല്ല ഈ പറഞ്ഞത്. വയഹ്ദീ ഇലൈഹി, അല്ലാഹു അവനിലേക്ക് വഴി കാണിച്ചു കൊടുക്കും. സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, ആർക്കാണ് വഴി കാണിച്ചു കൊടുക്കുന്നത്? മൻ അനാബ്, മനോവേദനയോടെ ദുഃഖത്തോടെ അവനിലേക്ക് മടങ്ങുന്ന കൂട്ടക്കാർക്ക് അവൻ അവനിലേക്ക് വഴി കാണിച്ചു കൊടുക്കും. സൃഷ്ടികളിൽ നിന്ന് സൃഷ്ടാവിലേക്ക് മടങ്ങുന്നവൻ, ദുന്യാവിൽ നിന്ന് ദുന്യാവിന്റെ ഉടമസ്ഥനിലേക്ക് മടങ്ങുന്നവൻ. പടച്ചവനെ, ഇത്രകാലം നിന്നെ ഞാൻ ഓർക്കാതെ, നിന്നെ അവഗണിച്ചുകൊണ്ട്, നിന്നെ മറന്നുകൊണ്ട് ജീവിച്ചല്ലോ അല്ലാ. ഇനി എനിക്ക് നിന്റെ അടുത്തെത്തണം അല്ലാ. നിന്നിലുള്ള ഷഹാദത്തൊന്ന് കൃത്യമാക്കണം അല്ലാ. ഈ ഖേദത്തോടെ ആരൊക്കെ അല്ലാഹുവിന്റെ വഴിക്ക് വരാൻ തയ്യാറാകുന്നുവോ, വയഹ്ദീ ഇലൈഹി, ആ ആളുകൾക്കൊക്കെയും അല്ലാഹു അവനിലേക്കുള്ള വഴി കാണിക്കും. ആർക്കാ വഴി കാണിക്കുക? പടച്ചവൻ അവനിലേക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന ടീമിന്റെ ഗുണമാണ് 28ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്. അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. അവർ സത്യത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിക്കാരാണ്. അല്ലാഹുവിലേക്ക് അല്ലാഹു വഴി കാണിച്ചു കൊടുക്കുന്ന ഗ്രൂപ്പ് അല്ലദീന ആമനു, അവർ സത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് മുത്മഇന്നയിലെത്തുന്നവരാണവർ. എന്ത്? ദിക്റുല്ലയിലൂടെ, അല്ലാഹുവിന്റെ ദിക്റിലൂടെ മുത്മഇന്നയിലെത്തുന്ന ആളുകളാണവര്. എന്നിട്ട് റബ്ബ് പറയുന്നു, അലാ
അറിഞ്ഞുകൊള്ളുക, ശ്രദ്ധിച്ച് കേൾക്കുക. കണ്ണും ചെവിയും മനസ്സും തുറന്ന് കേൾക്കണം. അല്ലാഹുവാണ് പറയുന്നത്, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിന്റെ ദിക്റ് കൊണ്ട് ഹൃദയങ്ങൾക്ക് ശാന്തി ലഭിക്കും, സമാധാനം ലഭിക്കും. മുത്തുമഇന്നയിൽ, നഫ്സ് മുത്തുമഇന്നയിൽ, അതെ, ഒരു ബേജാറും ഒരു ടെൻഷനും ഇല്ലാതെ ഈ ലോകത്തും പരലോകത്തും ജീവിക്കാനാകുന്ന ദറജയാണ്, ഗ്രേഡാണ് നഫ്സ് മുത്തുമഇന്ന. അവിടെ എത്താൻ സാധിക്കുന്നത് ബിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റ് കൊണ്ട് സാധിക്കും. നമ്മൾ നഫ്സ് മുത്തുമഇന്നയുടെ മഹത്വവും അവിടെ എത്തിയാലുള്ള സുരക്ഷയൊക്കെ പറഞ്ഞല്ലോ കൂട്ടരെ. അവിടെ എങ്ങനെ എത്തുക? അല്ലാഹ് പറയാണ്, ബിദിക്രില്ലാഹി, അല്ലാഹുവിന്റെ ദിക്റ് കൊണ്ട്. ഏത് ദിക്റ് കൊണ്ട്? പല ദിക്റുണ്ട് നമുക്കിടയില്. ഏത് ദിക്റ് കൊണ്ടാണ് മനസ്സിന് ശാന്തി കിട്ടുക, ഹൃദയങ്ങൾക്ക് അടക്കം കിട്ടുക, തുമഇനീനത്ത് കിട്ടുക, നഫ്സ് മുത്തുമഇന്നയിലെത്തുക? ഏത് ദിക്റ് കൊണ്ടാ? മഹാന്മാരായ അംബിയ മുർസലുകൾ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെട്ടത് ഏത് ദിക്റ് കൊണ്ടാണോ അത്. അല്ലാഹുവിന്റെ ഔലിയാക്കൾ പരീക്ഷണങ്ങളുടെ തീച്ചൂളയിൽ നിന്ന് പുഞ്ചിരി തൂകിക്കൊണ്ട് മനസ്സമാധാനത്തോടെ എണീറ്റ് വന്നത് ഏതൊരു ദിക്റിന്റെ കരുത്തുകൊണ്ടാണോ ആ ദിക്റ് കൊണ്ട്. മുൻഗാമികളായ നബിമാരും വലിമാരും സമാധാനം അവർക്കുണ്ടായത് ഏതൊരു ദിക്റിന്റെ പിൻബലത്തിലാണോ ആ ദിക്റ് കൊണ്ടാണ് തുമഇനീനത്തുൽ ഖൽബ് കിട്ടുക, നഫ്സ് മുത്മഇന്നയിലെത്തുക. ഏതാണ് ആ ദിക്റ്? ഏതാണ് ആ ദിക്റ്? എൻ്റെ റബ്ബ് എന്നോടൊപ്പം ഉണ്ട്. ഇതെന്റെ റബ്ബ് അവന്റെ പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ എന്നെ പഠിപ്പിച്ചതാണ്. ഈ അറിവ് പോരാ, ബോധ്യം വേണം. ആളാണെന്നുള്ളൊരു തോന്നലുകൊണ്ട് കഴിച്ചിലാവൂല, ആ ബോധ്യം വേണം. മുഖ്യമന്ത്രി വാക്ക് തരണം, മുഖ്യമന്ത്രി ഇടപെടുന്നത് നമ്മൾ അനുഭവിക്കണം. അപ്പോഴതൊരു ബോധ്യമുള്ളൂ, മറ്റേ ചതിക്കും. അള്ളാഹുവിന്റെ കൂട്ടിന്റെ കാര്യത്തിൽ അള്ളാഹു കൂടെയുണ്ട് എന്ന കാര്യത്തിലുള്ള ബോധ്യം, ഇതാണ് ഈ ദിക്റാണ് ഹൃദയങ്ങളെ തണുപ്പിക്കുകയുള്ളൂ, അടക്കുകയുള്ളൂ, തുമഇനീനത്തിലേക്ക് എത്തിക്കുകയുള്ളൂ. അല്ലാതെ വെറും നാവ് കൊണ്ടുള്ള മൊഴിയൽ, നാവ് കൊണ്ടുള്ള ഉച്ചാരണം, നാവും ചുണ്ടും മുഖവുമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള അധര വ്യായാമം മാത്രമല്ല. ചിലരങ്ങനുണ്ട്, ദിക്റുകൊണ്ട് ചെല്ലണണ്ട കഷ്ടപ്പാട് തോന്നും. നാവിനും അല്ല, ആകപ്പാടെ ഒരു ഫിസിയോതെറാപ്പിയാണ് നടക്കും ആ ഏർപ്പാടില്. എന്തിനാ ഈ വക ഗോഷ്ഠിയൊക്കെ? ചുണ്ടുകൊണ്ടും നാവ് കൊണ്ടുമുള്ള ഗോഷ്ഠി കാണിക്കലല്ല, വെറും നാവ് കൊണ്ടുള്ള ഉരുവിടലല്ല. എന്തുകൊണ്ടല്ല? സമാധാനം കിട്ടാനുള്ള ദിക്റ് വെറും നാവ് കൊണ്ടുള്ള ചൊല്ലലല്ല. എന്തുകൊണ്ടല്ല? ഒരാൾ ഖുർആനിലും ഹദീസിലും വന്നിരിക്കുന്ന സകല ദിക്റുകളും ചൊല്ലുന്ന ആളാണ്, പതിവാക്കുന്ന ആളാണ്. ഉസ്താദുമാരുടെ ക്ലാസ്സിൽ നിന്ന് കേൾക്കുന്ന ദിക്റുകൾ, അള്ളാഹുവിന്റെ ഖുർആനിൽ വാരിദായ അദ്കാറുകൾ, പുണ്യ നബി തങ്ങൾ പഠിപ്പിച്ച ദിക്റുകൾ, സ്വലാത്തുകൾ, ഇതൊക്കെ പതിവാക്കുന്ന ആളാണ്. മൻസിൽ എന്ന ബുക്ക് കയ്യിലെടുത്തിട്ട് ഇസ്ലാം പഠിപ്പിച്ച ദിക്റുകളൊക്കെയും ചൊല്ലുന്ന ആളാണ്. ഖുർആനിലും ഹദീസിലും വന്നിരിക്കുന്ന ഹദീസുകളുടെ ദിക്റുകളുടെ സ്വലാത്തുകളുടെ ക്രോഡീകരണമായ ഹദ്ദാദ് റാത്തീബ് പതിവാക്കുന്ന ആളാണ്. എവിടെ നടക്കുന്ന ദിക്റ് മജ്‌ലിസുകളിലും പങ്കെടുക്കുന്ന ആളാണ്. എന്നിട്ട് ഇതുവരെ സമാധാനം കിട്ടിയിട്ടില്ല എന്നു മാത്രമല്ല, മകളുടെ കല്യാണം ഓർത്തിട്ട് ഇയാൾക്ക് ഭ്രാന്തായിട്ടും ഉണ്ട്. അല്ലെങ്കിൽ വീട് വെക്കുന്ന കേസ് ഓർത്തിട്ട്, അല്ലെങ്കിൽ ബാങ്കിലെ പലിശക്കടം കുന്നുകൂടുന്നത് ഓർത്തിട്ട് ഇയാൾക്ക് മാനസിക രോഗമായിട്ടുണ്ട്. ആർക്ക് കൂട്ടരെ?
ഉള്ളോടത്തോളം ദിക്ർ ചൊല്ലിയ ടീമിന്, പഠിച്ചോടത്തോളം ദിക്ർ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ടീമിന് എന്തേ പറ്റിയത്? അള്ളാഹു കളവ് പറഞ്ഞതല്ല, അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത് അസത്യമല്ല, പരമസത്യം തന്നെ. വെറും നാവു കൊണ്ടുള്ള ഉരുവിടലുണ്ടല്ലോ, അത് അണ്ണാക്കിൽ നിന്ന് അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നില്ല. അതാണ് കുഴപ്പം. ഞാനൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് പറയാം. പലപ്പോഴും ഞാൻ പറയുന്ന ഉദാഹരണ, ഒരാള് ചൊല്ലി നെയ്ച്ചോറ് 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 33 തവണ, മട്ടൻ കുറുമ മട്ടൻ കുറുമ മട്ടൻ കുറുമ 33, ചിക്കൻ ചില്ലി ചിക്കൻ ചില്ലി ചിക്കൻ ചില്ലി 33, പിന്നെ 100 തേക്കാൻ വേണ്ടി ഒരു ഐസ്ക്രീം എന്നും പറഞ്ഞു. അപ്പൊ 100 ആയില്ലേ? ഇതുകൊണ്ട് രുചി ഇട്ടുവോ? ഇതുകൊണ്ട് വയറ് നിറയോ? ഇതുപോലെ ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, എനിക്ക് എൻ്റെ അല്ലാഹ് മതി, അവൻ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാനും ഏൽപ്പിച്ചു കൊടുക്കാനും മതിയായവനാണ്. ഈ പറഞ്ഞോടുത്ത് ഇവൻ എത്തിയിട്ടില്ല. അല്ലാഹ് മതിയായവനാണെന്ന ബോധ്യം ഇവന് കിട്ടിയിട്ടില്ല. പലരെയും ഏൽപ്പിക്കണ കൂട്ടത്തിൽ ചുമ്മാ നാവുകൊണ്ട് അടിച്ചു വിടുകയാണ് ഇത്. ഇതുപോലെ തവക്കൽതു അലല്ലാഹ് തവക്കൽതു അലല്ലാഹ് തവക്കൽതു അലല്ലാഹ്, പടച്ചോനെ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും, എൻ്റെ നീറുന്ന പ്രശ്നങ്ങളൊക്കെയും നിന്നിലിതാ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് നാവുകൊണ്ട് ഉരുവിടാൻ, മനസ്സുകൊണ്ട് ഭരമേൽപ്പിക്കാൻ തയ്യാറായിട്ടില്ല. ഇതുപോലെ അല്ലാഹു മഈ അല്ലാഹു മഈ അല്ലാഹു മഈ അൻതൽ ഹാദി അൻതൽ ഹഖ് ലൈസൽ ഹാദി ഇല്ലാഹു, അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ അല്ലാഹു മഈ ഇന്ന റബ്ബി മഈ, എൻ്റെ റബ്ബ് എന്നോടൊപ്പമുണ്ട്, എൻ്റെ അല്ലാഹ് എന്നോടൊപ്പമുണ്ട്. എവിടെയുണ്ട്? ഇതിങ്ങനെ പറയന്നെ. ഇതിനപ്പുറത്ത് ഇതൊരു ബോധ്യമല്ല, ഇതൊരു തിരിച്ചറിവല്ല. അങ്ങനത്തെ ദിക്ർ കൊണ്ട് സമാധാനം കിട്ടൂല, ഉറപ്പാണ്. ദിക്ർ ഇങ്ങോട്ട് ഇറങ്ങണം. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിന് പറഞ്ഞ സാധനം മേടിച്ചിട്ട് അല്ലെങ്കിൽ പാചകം ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഇറക്കണം. ഇതുപോലെ ദിക്ർ ഇങ്ങോട്ട് അങ്ങനെ ഉണ്ട്. അള്ളാന്റെ റസൂൽ ഖുർആന്റെ കാര്യത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറെ ഖുർആനോത്തുകാരുണ്ട്, അവരെ ഖുർആനോത്ത് അണ്ണാക്കിന്റെ താഴേക്ക് ഇറങ്ങൂല. ഖാല റസൂലുള്ളാഹി. അണ്ണാക്കിന്റെ ഇത് തിന്നണ സാധനമാണോ ദിക്ർ? തിന്നണ സാധനം തിന്ന. ദിക്ർ എങ്ങോട്ടാ തിന്നിറക്കുക? അത് കൽബിലേക്ക് ഇറക്കാനുള്ള കൽബിന്റെ ഭക്ഷണ ദിക്ർ. ഹൃദയത്തിന്റെ ആഹാരമാണ്. ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും എനർജിക്കൊക്കെ പറ്റിയ സാധനമാണ് ദിക്ർ. ഏത് ദിക്റാണ് നമ്മളെ നഫ്സ് മുത്മയിന്നയിൽ എത്തിക്കുന്നത്? എന്ത് ദിക്ർ കൊണ്ടാണ് നമുക്ക് സമാധാനം ലഭിക്കുന്നത്? ആ ദിക്ർ എല്ലാ ഇബാദത്തുകളുടെയും ജീവനാണ്. ദിക്ർ എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്ന് ഉരുട്ടി മാറ്റിയേക്കാനുള്ള മുതലല്ല ദിക്ർ. ഞാൻ ഈ പറഞ്ഞ ദിക്ർ എല്ലാ ഇബാദത്തിന്റെയും ജീവന. നിസ്കാരത്തിന്റെ ജീവൻ ആ ദിക്റാണ്. ഹജ്ജിന്റെ ജീവൻ ആ ദിക്റാൻ. എന്നല്ല, ഏറ്റവും വലുത് നിസ്കാരല്ല, ഏറ്റവും വലുത് സക്കാത്തല്ല, ഏറ്റവും വലുത് ഹജ്ജോ ഉംറയോ അല്ല, ഏറ്റവും വലുത് സമൂഹത്തെ സേവിക്കൽ അല്ല. ഏറ്റവും വലിയ ഇബാദത്ത് ഏതാ? നിസ്കാരല്ല. അല്ല, ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ട് എല്ലാ വെള്ളിയാഴ്ചയും ഖതീബ് ഖുതുബ അവസാനിപ്പിക്കുന്നത് ഈ സംഭവം പറഞ്ഞിട്ടാ. സംഭവം പറഞ്ഞിട്ട് ഏറ്റവും വലുത്, ഏറ്റവും വലിയ ഇബാദത്ത്, ഏറ്റവും വലിയ പുണ്യകർമ്മം ഏത് എന്ന് വെള്ളിയാഴ്ച വന്ന മുസ്ലിമീങ്ങളെ ഉണർത്തിയിട്ടാണ് ഖതീബ് ഖുതുബ അവസാനിപ്പിക്കുന്നത്. ഈ പള്ളിയിലല്ലേ, എല്ലാ പള്ളിയിലും. ഏതാത്? വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. എന്താണ് പറഞ്ഞത്? വലദിക്റുല്ലാഹി അക്ബർ, തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ ദിക്റാണ് ഏറ്റവും വലിയ പുണ്യകർമ്മം, ഏറ്റവും വലിയ ഇബാദത്ത്. വല്ലാഹു യഅലമു ബിമാ തസ്നഊൻ, നിങ്ങളെ കാട്ടിക്കൂട്ടലൊക്കെ അല്ലാഹ് അറിയുന്നുണ്ട്. നിങ്ങളെ കാട്ടിക്കൂട്ടലും കർമ്മങ്ങളും ചെയ്ത്തൊക്കെ അല്ലാഹ് അറിയുന്നുണ്ട്. ഏറ്റവും വലുത് അല്ലാഹുവിന്റെ ദിക്റാണ്, നിസ്കാരമല്ല. നിസ്കാരം എന്തുകൊണ്ട് ഏറ്റവും വലിയ ശാരീരിക ആരാധനയായി? നിസ്കാരത്തിൽ ദിക്ർ ഉൾക്കൊണ്ടത് കാരണം.
അഖിമിസ്സലാത ലിദിക്രി, നിസ്കാരം എക്സർസൈസ് അല്ല, നിസ്കാരം കൊഴുപ്പിനെ മാറ്റാനുള്ളതല്ല. ലിദിക്രി, വിശുദ്ധ ഖുർആൻ എന്റെ ദിക്ർ നിലനിർത്താൻ. ഇനി ഹജ്ജ് നോക്ക്, മശ്അറുൽ ഹറാമിന്റെ അവിടെ വെച്ച് ഫദ്കുറുല്ലാഹ്, ഖുർആൻ പറയാ ഹാജിമാരോട്, ഫഇദാ ഖളൈതും മനാസികകും ഫദ്കുറുല്ലാഹ കസീറൻ കദിക്രികും ആബാഅകും. ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലേക്ക് പോരുമ്പോഴും ദിക്ർ, ഹജ്ജിലും ദിക്ർ, നിസ്കാരത്തിലും ദിക്ർ. വലദിക്റുല്ലാഹി അക്ബർ, ഏറ്റവും മികച്ചു നിൽക്കുന്നത് അല്ലാഹുവിന്റെ ദിക്റാണെന്ന് വിശുദ്ധ ഖുർആൻ. അതിന്റെ മീത ഒന്നുമില്ല. ഈ ദിക്റാണ് മനസ്സമാധാനം തരുന്നത്. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, സ്വഹാബത്തിനെ ഒരിക്കൽ മുന്നിലിരുത്തിയിട്ട് ചോദിക്കുകയാണ് അള്ളാന്റെ റസൂല്, അവരിലൊരു ജിജ്ഞാസ ഉണ്ടാക്കി പഠിപ്പിക്കുകയാണ്. അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലികും. ഇമാം തുർമുദിയും ഇബ്നു മാജയും ഒക്കെ ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസാണ്. അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലികും. നിങ്ങൾ കുറെ അമല് ചെയ്യുന്നവരാ അല്ലേ, കുറെ കർമ്മങ്ങൾ ചെയ്യുന്നവരാ, അക്കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ ഒരു അമല് പറഞ്ഞിരട്ടെ. നിങ്ങളുടെ യജമാനന്റെ പക്കൽ ഏറ്റവും വിശുദ്ധമായ ഒരു കർമ്മം, നിങ്ങളുടെ യജമാനൻ ഏറ്റവും തൃപ്തിയുള്ള ഒരു കർമ്മം. നിങ്ങളുടെ ആത്മീയ പദവിയെ ഉയർത്തുന്ന ഒരു കർമ്മം പഠിപ്പിച്ചു തരട്ടെ. നിങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ സ്വർണവും വെള്ളിയും പണവും രൂപയും ദാനം ചെയ്യുന്നതിലേറെ നിങ്ങൾക്ക് പുണ്യം കിട്ടുന്ന ഒരു കർമ്മം. രണാങ്കണത്തിലേക്ക് യുദ്ധത്തിനൊരുങ്ങിക്കൊണ്ട് ആയുധങ്ങൾ എടുത്തുകൊണ്ട് പടച്ചട്ടയണിഞ്ഞുകൊണ്ട് യുദ്ധത്തിനിറങ്ങിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ കണ്ടുമുട്ടുകയും നിങ്ങൾ അവരോട് പടവെട്ടുകയും അവർ നിങ്ങളോട് പടവെട്ടുകയും ചെയ്യുന്ന ജിഹാദ് എന്ന് പറയുന്ന പുണ്യകർമ്മത്തിലേറെ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യം പറഞ്ഞു തരട്ടെയോ? പടച്ചോനെ, എന്താ ചോദിച്ചതാ അള്ളാന്റെ റസൂല് സഹാബത്തിനോട്? അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലികും, നിങ്ങളുടെ അമലിൽ ഏറ്റവും ഖൈറായത്. വഅസ്കാഹ ഇൻദ മലീകികും, നിങ്ങളുടെ യജമാനന് ഏറ്റവും വിശുദ്ധമായി തൃപ്തിപ്പെട്ടത്. വഅർഫഇഹാ ഫീ ദറജാതികും, നിങ്ങളുടെ പദവി ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുപോകുന്നത്. വഖൈരിൻ ലക്കും മിൻ ഇൻഫാഖി ദഹബി വൽ വരിഖി, നിങ്ങളെ കയ്യിലുള്ള പണൊക്കെയും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചിലവഴിക്കുന്നതിലേറെ പുണ്യമുള്ള. ജിഹാദ് യുദ്ധം ചെയ്യുന്നതിലേറെ കൂലിയുള്ള ഒരു അമൽ പറഞ്ഞു തരട്ടെ. ഏതാണത്? ഏതാണ് നബിയെ? അവിടുന്ന് പറഞ്ഞു, ദിക്റുല്ലാഹി ദായിമാ. എന്ത്? ദിക്റുല്ലാഹി ദായിമാ, നിത്യം നിത്യം നിലനിൽക്കുന്ന ദിക്റുല്ലാഹ്. നമുക്ക് ദിക്റുണ്ട്. എപ്പോ ദിക്റുണ്ട്? പള്ളിയിൽ വരുമ്പോ ഉണ്ട്. പള്ളിയിൽ നിന്ന് പോയാലോ? ഇല്ല. ഇപ്പൊ വെള്ളിയാഴ്ച നിങ്ങളൊക്കെ പള്ളിയിലേക്ക് വിളിച്ചു വരുത്തിയ എന്തിനാ? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്. വെള്ളിയാഴ്ച വാങ്ക് വിളി കേട്ടാല് നിങ്ങളൊക്കെയും അല്ലാഹുവിന്റെ ദിക്റിലേക്ക് പെട്ടെന്ന് വരണേ. ഇവിടെ ദിക്റിനാ വിളിച്ചു വരുത്തിയത്. നീ ഇവിടുന്ന് പിരിച്ചു വിട്ടാ എന്താ ഇടപാട്? എന്താ? നിസ്കാരം കഴിഞ്ഞാല് ഇവിടെ തൂണ് ചാരിയിരിക്കണ്ട, പള്ളിയിൽ ചുമ്മാ ആയിരിക്കണ്ട ജപമാല പിടിച്ചിട്ട്. നിസ്കാരം തീർന്നാല് ഫന്തശിറു ഫിൽ അർള്, അങ്ങാടിയിലേക്ക് ഇറങ്ങിക്കോളൂ, ജോലിക്ക് ഇറങ്ങിക്കോളൂ. വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ ഔദാര്യം കച്ചവടം ചെയ്തോളൂ, അധ്വാനിച്ചോളൂ, ലാഭമുണ്ടാക്കിക്കോളൂ. പക്ഷേ വദ്കുറുല്ലാഹ കസീറാ, അവിടെയും നിങ്ങൾ ധാരാളം ദിക്ർ നിങ്ങളിൽ ഉണ്ടാകണേ. ദിക്റിൽ നിന്നുള്ള രാജിയില്ല, വിരാമമില്ല. ഇതാണ് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. ദിക്റുല്ലാഹി ദായിമാ, നിലനിൽക്കുന്ന ദിക്ർ എന്ന് വെച്ചാല് ബസ്സിൽ പോകുമ്പോ, കാറിലോടുമ്പോ, എന്താ വീട്ടിലെ വിശേഷം,
ഭക്തി ഇങ്ങോട്ട് കൂടിയിട്ടേ. ഇതല്ല മനുഷ്യനോട് പെരുമാറിനോടുത്ത് ഒരു മര്യാദ വേണം. വിരുന്നേരം വന്നാല് കുറച്ച് ചൊല്ലി പറയാണ്ട് മുണ്ടാതെ കുത്തിയിരിക്കുന്നു പറഞ്ഞ് ചൊല്ല പെരടിക്കൊന്നാണ് കൊടുക്കണം. ദീനുൽ ഇസ്ലാം എന്താ പറഞ്ഞ അതിഥിയെ മാനിക്കണം എന്നാ അല്ലേ? സുന്നത്ത് നോമ്പ് പോലും മുറിക്കണം എന്നാ ദീനുൽ ഇസ്ലാമിന്റെ നിയമം. എന്ത് റമദാനിലല്ല, നീ വ്യാഴാഴ്ച സുന്നത്ത് പിടിച്ചു അല്ലെങ്കിൽ തിങ്കളാഴ്ച സുന്നത്ത് പിടിച്ചു, ഏതാണ്ട് ഉച്ചയോട് അടുത്തപ്പോഴാണ് വരുന്നത് അമ്മായി അപ്പനും അമ്മായിയാണ് കയറി വന്നു, അല്ലെങ്കിൽ കുറെ കാലം കഴിഞ്ഞ് കാണുന്ന ഒരു കൂട്ടുകാരൻ കയറി വന്നു. കെട്ടിയോട് പറഞ്ഞപ്പോ നമുക്ക് ഉണ്ടാക്കാൻ സമയമില്ല, ഫാസ്റ്റ് ഫുഡ് മേടിക്കാം, പെട്ടെന്ന് ഹോട്ടലിൽ നിന്ന് മേടിക്കാൻ മേടിച്ചു, ഭക്ഷണം വിളമ്പി വെച്ചു. എന്നാ കഴിക്കല്ലേ, എന്താ നീ ഇരിക്കണില്ലേ? നോമ്പാ. അള്ളാന്റെ റസൂല് പറഞ്ഞാ നോമ്പ് മുറിക്കലാടോ കൂലി കൂടുതൽ. ഇത് പറഞ്ഞാ കേൾക്കൂല. ഇപ്പൊ എന്റെ വീട്ടിൽ പണ്ടൊരു അതിഥി വന്നു, ഇതേപോലെ തന്നെ അതിഥി മുറിക്കണം. അങ്ങനെയാണ് ഇവനെ കരുതി ശാപ്പാട് ഉണ്ടാക്കിയാൽ എന്താണ് ഈ ഇബാദത്ത്? എന്താ മനസ്സിലാക്കിയേക്കണത്? ഇതൊക്കെ ഒരു ചടങ്ങ് എന്നതിനപ്പുറത്ത് ഇതിന്റെ ഒന്നും ആത്മീയ വെളിച്ചത്തിലേക്ക് വരുന്നില്ല. ഞാൻ ഈ പറഞ്ഞ് ഉണ്ടാക്കി പറയല്ലേ, ദീനുൽ ഇസ്ലാമിന്റെ നിയമമായി പറയുന്നത്. അതുകൊണ്ട് സദാ ദിക്ർ. അപ്പൊ കച്ചവടം ചെയ്യാൻ നേരം ഉണ്ടാവുമോ? മൊയ്ലിയേരെ ഉണ്ടാവും. ഓഫീസിൽ പോകാൻ സമയം ഉണ്ടാവോ? അവിടുത്തെ കണക്ക് കൂട്ടാൻ സമയം ഉണ്ടാവോ? കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇത് ഫയലൊക്കെ അങ്ങോട്ട് കയറ്റാൻ സ്റ്റോർ ചെയ്യാൻ ടൈം ഉണ്ടാവോ? ഉണ്ടാവും. റിജാലുല്ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. അള്ളാന്റെ ആൺകുട്ടികള് ആണുങ്ങൾ ആരറിയോ? ആണുങ്ങളിൽ പെണ്ണുങ്ങളും പെടും. അല്ല ഇഷ്ടപ്പെട്ട ടീം ആരാന്നറിയോ? ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ. അവരെ കച്ചവടോ ജോലി തിരക്കോ അവരെ എൻഗേജ്ഡ് ആക്കൂല. അൻ ദിക്രില്ലാഹ്. അള്ളാന്റെ ദിക്ർ വിട്ടിട്ടൊരു എൻഗേജ് അവിടെ ഉണ്ടാവൂല. എന്ന് വെച്ചാല് കമ്പ്യൂട്ടറിന്റെ മുന്നിൽ നിന്നിട്ട് ഈ പണി ചെയ്യുന്നു, അവൻ ദിക്റില്ല. കൂട്ടുകാരനോട് സംസാരിക്കുന്നു, അവൻ ദിക്റില്ല. കസ്റ്റമേഴ്സിന് സാധനം എടുത്തു കൊടുക്കുന്നു, അവൻ ദിക്റിലാണ്. റിജാലുല്ലാ തുൽഹീഹിം തിജാറത്തുൻ അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. നൃത്തത്തിലും ഇരുത്തത്തിലും കിടപ്പിലും ഐ ദായിമൻ. നിത്യമായ ദിക്ർ. അപ്പൊ ഉറങ്ങുമ്പോഴോ ദിക്റോട് കൂടെ ഉറങ്ങിയിട്ട് ദിക്റോട് കൂടെ ഉണർന്നാൽ അത് മുഴുവൻ ദിക്റിന്റെ അക്കൗണ്ടിൽ വരും. ഖാല റസൂലുള്ളാഹി. ദിക്റോട് കൂടെ ഉറങ്ങിയിട്ട് ദിക്റോട് കൂടെ എണീറ്റാൽ ഉറക്കം മുഴുവൻ ദിക്റിൽ തന്നെ ഉള്ളത്, ഒരു സംശയമില്ല. സദാ ദിക്റിലായിരിക്കുക എന്നത് അതാണ് ഏറ്റവും വലുത്. അതിനെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, എല്ലാ കർമ്മത്തിലേറെയും പുണ്യം. എങ്ങനെ ഇപ്പൊ അത് ശരിയാവുക? ദിക്റിന് ഇപ്പൊ ജിഹാദിനേക്കാൾ കൂലിയാന്നപ്പ ഈ പറഞ്ഞത്. നോണ അറിഞ്ഞതല്ല കേട്ടോ, ഹദീസ് ഞാൻ കാണിച്ചു തരാം. ഹജ്ജിന് പോകുന്നതിലേറെ കൂലിയാണ് ഇപ്പൊ ദിക്റിന് എന്നപ്പ ഈ പറഞ്ഞത്. പള്ളിപ്പണിക്ക് ഒരു 1,00,001 രൂപ കൊടുക്കണതിലേറെ പുണ്യ ദിക്റിന് ഉണ്ട് എന്നപ്പ ഈ പറഞ്ഞത്. അങ്ങനെ ഉണ്ടോ? എന്നാ അപ്പൊ കൊടുക്കാൻ വിചാരിച്ചത് വേണ്ടാന്ന് വെച്ചിട്ട് ദിക്ർ അങ്ങോട്ട് ചൊല്ല. എടോ, നിന്റെ ദിക്ർ ക്ലിയർ അല്ല. ദിക്ർ നീ ക്ലിയറായി ചൊല്ലി അത് കൊടുക്കും. അവിടെയാണ് അതിന്റെ പ്രത്യേകത. ഏറ്റവും വലുത് ദിക്റാണ്. ഇമാം ഗസാലി റഹിമഹുല്ല ഇഹിയയില് ഇതൊരു സംശയമായിട്ട് പറയുന്നുണ്ട്. ഫഇൻ ഖുൽത, നിനക്ക് തലച്ചോറുണ്ടെങ്കിൽ നീ ചോദിക്കും. നിനക്ക് തലച്ചോറ് അല്പമെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നീ ചോദിക്കും. എന്ത് ചോദിക്കും? ഫമാ ബാലു ദിക്രില്ലാഹ്. അല്ലാഹുവിന്റെ ദിക്റിന്റെ കാര്യം അത്ഭുതമാണല്ലോ. മഅ ഖിഫത്തിഹി അലൽ ലിസാൻ. അത് ഉരുവിടാൻ നാവിന് വളരെ എളുപ്പമാണല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. താരാട്ടൊക്കെ പാടുമ്പോ അങ്ങനെ ലാ ഇലാഹ എത്ര വരിക? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഹസ്ബിയല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ, ലാ ഹൗല വലാ ഖുവത ഇല്ല. ഉറങ്ങി തൂങ്ങിയും ചൊല്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. മഅ ഖിഫത്തിഹി അലൽ ലിസാൻ. നാവിന് കനല്ലാൻ, വളരെ പെട്ടെന്നുണ്ട് അത് മൊഴിയാന്. വ ഖില്ലത്തി തഅബി ഫീഹി. ദിക്റിന് ഒരു ക്ഷീണുമില്ല, അധ്വാനമില്ല. സ്വാറ അൻഫഅ വ അഫ്ളല മിൻ ജുംലത്തിൽ ഇബാദാത്തി. എന്നിട്ടും ഇതര ഇബാദത്തുകളിലേറെ അത് ഏറ്റവും അഫ്ളലായതും ഏറ്റവും കൂലി കിട്ടുന്നതുമായത് എന്തുകൊണ്ടാ? മഅ കസറത്തിൽ മശഖാത്തി ഫീഹാ. ഇതര ഇബാദത്തുകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്, പണച്ചെലവുണ്ട്. ഹജ്ജിന് പോണെങ്കിൽ എത്ര പണച്ചെലവാ, ലക്ഷങ്ങൾ വേണ്ടേ? ശാരീരികമായിട്ട് എത്ര ക്ഷീണാണ്. കൂട്ടുകുടുംബങ്ങളെ മാറി നിൽക്കണ്ടേ? കച്ചവടമൊക്കെ തൽക്കാലം വേറെ ആരെങ്കിലും ഏൽപ്പിക്കണ്ടേ? എന്തൊക്കെ പ്രശ്നമുണ്ട്. അതിലേറെ ഇതിനാണ് കൂലി. ഇതെന്തായിരിക്കും ഇങ്ങനെ എന്ന് നീ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ഇന്നൽ മുഅസ്സിറൻ നാഫിഅ.
ഫലിക്കുന്ന ദിക്ർ, മനസ്സമാധാനം തരുന്ന ദിക്ർ, ഉള്ളിലേക്ക് ഇറങ്ങുന്ന ദിക്ർ, ഇത്ര വലിയ കൂലിയും മഹത്തുള്ള ദിക്ർ. ഖൽബിലേക്ക് ഇറങ്ങിയ ദിക്ർ, നിത്യമായി നിലനിൽക്കുന്ന ദിക്ർ. നമുക്ക് അള്ളാനൊരു പേടി വരണമെങ്കിൽ, ബേജാറൊക്കെ വരണമെങ്കിൽ ഒരു മയ്യത്ത് കാണല്, മരണം നടക്കണം, അല്ലെങ്കിൽ വലിയൊരു വേദന വരണം, അപ്പോഴൊക്കെ ഓർമ്മ വരുള്ളൂ. ഇത് മുനാഫിക്കിന്റെ ഓർമ്മയെന്നാ അള്ളാഹ് പറഞ്ഞത് ഖുർആനില്. എന്ത്? അദ്ദിക്റു അല ദവാമി, നിത്യായിട്ട് മനസ്സിലുള്ള ബോധ്യം, മഅ ഹുദൂരിൽ ഖൽബി, മനസ്സാന്നിധ്യത്തോടുകൂടെയുള്ള. മാത്രല്ല ദിക്റിന് മഹാന്മാര് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും 100 കണക്കിന് ഫലം പറഞ്ഞിട്ടുണ്ട്. എന്ത്? 100 കണക്കിന് ഫലങ്ങൾ. എന്തിന്? ദിക്റിന്. അതിൽ ഭൗതികമായ ഫലമുണ്ട്, ആത്മീയ ഒക്കെ ഉണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട അതിപ്രധാനമായ ഒരു ഫലം ദിക്റിന്റെ ഫലമാണ് അള്ളാഹുവിന്റെ കൂട്ടും അതുവഴി മനസ്സമാധാനവും. എന്ത്? അള്ളാഹുവിന്റെ കൂട്ട്, അള്ളാഹിനെ കൂടെ കിട്ടുക, അതുവഴി മനസ്സമാധാനം. കരുത്തനെ കൂട്ടുകിട്ടിയ മനസ്സമാധാനം ഉണ്ടാവൂലേ? നിങ്ങളെ ശത്രു തകർക്കാൻ വരുന്നു, നിങ്ങളെ ശത്രു ഉപദ്രവിക്കാൻ വരുന്നു, അപ്പൊ ഒരു ശക്തൻ വന്നിട്ട് പറഞ്ഞു ഞാൻ നിക്കടാ നിനക്ക് കൂട്ടിന്, അപ്പൊ തന്നെ സമാധാനാവും. മോളെ കല്യാണം ഡേറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ്, 5ന്റെ കാശ് കയ്യിലില്ല. അപ്പോഴാണ് കോടീശ്വരനായ പോക്കരാജി പറഞ്ഞത്, എന്തിനാ ബീരാൻകുട്ടിയെ നീ പേടിക്കണത്, ഞാനുണ്ട് നിന്റെ കൂടെ, ഞാൻ സഹായിക്കാം. അപ്പൊ തന്നെ സമാധാനം വരും. ഇല്ലേ? ഇല്ലേ? അതുവരെ ഊണും ഉറക്കും ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? പോക്കരാജി പറഞ്ഞപ്പോ അപ്പ മനസ്സമാധാനായി. അയൽക്കാരൻ വഴിത്തർക്കത്തിന്റെ പ്രശ്നത്തിന് കത്തി അരയിൽ വെച്ചും കൊണ്ട് നടക്കുകയാണ് ശരിയാക്കാന്, കിടന്നുറങ്ങാൻ സമാധാനമില്ല. അപ്പോഴാണ് കൂട്ടുകാരൻ ബഷീർ വന്നത്, ഞാനെടാ നിന്റെ സിറ്റ് ഔട്ടിലുണ്ടാവും, ഈ പ്രശ്നം തീരോളം. സമാധാനായി. ഇവിടൊക്കെ ഒരു പടപ്പ് കൂട്ടിന് വരുമ്പോ തന്നെ മനസ്സമാധാനായി ആയില്ലേ? എന്നാൽ ദിക്റുള്ളയിലൂടെ പടപ്പല്ല കൂട്ടിന് വരുന്നത് പടച്ചോനാണ്, സൃഷ്ടിയല്ല. നമ്മെ സഹായിക്കാൻ വരുന്നത് സൃഷ്ടാവാണ്. അതന്നെ, അള്ളാന്റെ കൂട്ടാണ് കിട്ടുക. പടച്ചവനെ കൂടെ കിട്ടും. ഹദീസ് അതാണല്ലോ പഠിപ്പിക്കുന്നത്. ഒരു ഖുദുസിയായ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിലുണ്ടല്ലോ, അന ഇൻദല്ലന്നി അബ്ദി ബി വ അന മഅഹു ഇദാ ദക്കറനി. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതൊന്ന് പഠിച്ചോളൂ. ഇത് നഷ്ടം ഉണ്ടാവില്ല, നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുള്ളൂ. അന ഇൻദല്ലന്നി അബ്ദി ബി, മുത്തുനബി പറയാണ്, റബ്ബു തആല പറഞ്ഞിട്ടുണ്ട്, കൂട്ടരെ, മുസ്ലിമീങ്ങളെ, എന്റെ സമുദായമേ, അന ഇൻദല്ലന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ വിചാരിച്ചത് ഞാൻ അങ്ങനെ ഉണ്ടാകും. എന്ത്? എന്റെ അടിമ എന്നെ കുറിച്ച് എങ്ങനെയാണോ വിചാരിച്ചത്, എവിടെയാണോ വിചാരിച്ചത്, അവിടെ അവൻ വിചാരിച്ചതുപോലെ ഞാൻ ഉണ്ടാകും. എന്ന് വെച്ചാല് എന്റെ റബ്ബന്റെ കടം വീടും, എന്റെ റബ്ബന്റെ സൂക്കേട് മാറ്റും, രോഗം ശമിക്കും. എന്റെ റബ്ബെനിക്ക് ആരോഗ്യം തരും, ആരോഗ്യം കിട്ടും. എന്റെ റബ്ബന്റെ നാണക്കേട് മാറ്റും, നാണക്കേട് മാറും. എന്റെ റബ്ബന്റെ മക്കളെ സ്വാലിഹീങ്ങളാക്കും, സ്വാലിഹീങ്ങളാകും. എന്തുകൊണ്ട്? അന ഇൻദല്ലന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ വിചാരിച്ചത് ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാകും. അവൻ ദ്വാരുന്നത് പോലെ നല്ല അവന്റെ അവന്റെ ഭാവൻ, അവനെ എങ്ങനെയാണോ എന്നെ കുറിച്ച് ഭാവിക്കുന്നത് ഞാൻ അങ്ങനെയുണ്ടാകും. ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഉസ്താദെ, കുറെ കാലമായി വിചാരിക്കാൻ തുടങ്ങിയിട്ട്, കടം അവൻ വീട്ടുന്ന നടപടി ഒന്നും കാണുന്നില്ല. ഉസ്താദെ, കുറെ കാലമായി വിചാരിക്കാൻ തുടങ്ങിയത് ഏത്, എന്റെ സൂക്കേട് മാറും, കുടുംബത്തിലെ പ്രശ്നം മാറുന്നു. ഇതുവരെ അവനെ പ്രതീക്ഷിച്ച് നിന്നു, ഇപ്പൊ അവനെ കൊണ്ട് കാര്യം നടക്കണില്ല. പണ്ട് ഏതോ ഒരു ചെറുപ്പക്കാരൻ പുറത്ത് ശത്രുക്കൾ വന്നപ്പോ ഇങ്ങോട്ട് ഇറങ്ങി, ബദിരീങ്ങളെന്നും വിളിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി. അപ്പൊ വീട്ടിൽ നിന്ന് ഉമ്മാമ പറഞ്ഞു, വെറും ബദിരീങ്ങളെ മാത്രം നോക്കണ്ട മോനെ, ആ മടവാളും കൂട്ടിയും കൂടി എടുത്തോ, മടവാളും കയ്യിലോട്ട് എടുത്തോ, എന്നിട്ട് ഇറങ്ങിക്കോ പറഞ്ഞു. വേറൊരു വിഷയമാണ്, ഞാൻ അങ്ങോട്ട് പോകില്ല. ഏതായിരുന്നാലും ഒരുപാട് കാലമായി അവനെ പ്രതീക്ഷിച്ച് നിൽക്കണു, നടപടി ആയിട്ടില്ല. എന്താ അത്?
അല്ല പറഞ്ഞു അന ഇൻദലന്നി അബ്ദീബി, എൻ്റെ ദാസൻ എൻ്റെ അടിമ എന്നെ എങ്ങനെയാണോ വിചാരിച്ചത് ഞാൻ അങ്ങനെ അവനോട് ഇടപെടും. നമ്മൾ എത്ര വിചാരിച്ചു നോക്കി, അല്ല ഇടപെടുന്നില്ല. എന്താ സംഭവം? ലൈഫായ ഹദീസാണോ? ജൂതന്മാരേറ്റ് ഇതിലേക്ക് ചേർത്ത ഹദീസാണോ? അല്ല, സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. പിന്നെന്താ അതിന്റെ സംഭവം? അല്ല എല്ലാ വിചാരക്കാർക്കും ഇത് കൊടുക്കും എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാ വിചാരിക്കുന്നവർക്കും ആ വിചാരിക്കുന്നത് പോലെ ഞാൻ ചെയ്തു കൊടുക്കുന്ന അല്ല പറഞ്ഞിട്ടില്ല. അന ഇൻദലന്നി അബ്ദീ ബി, എൻ്റെ അടിമ. പണത്തിന്റെ അടിമ വിചാരിച്ചാൽ നടക്കൂല, പ്രസിദ്ധിയുടെ അടിമ വിചാരിച്ചാൽ നടക്കൂല, കിബിറിന്റെ അടിമ വിചാരിച്ചാൽ നടക്കൂല, കാമത്തിന്റെ അടിമ വിചാരിച്ചാൽ നടക്കൂല. ഏതാ കാമത്തിന്റെ അടിമ? ഹറാമായ മേഖലയിലേക്ക് ലൈംഗിക കാര്യങ്ങൾ കൊണ്ടുപോകുന്നവൻ കാമത്തിന്റെ അടിമയാണ്. അസൂയയുടെ അടിമ വിചാരിച്ചാൽ നടക്കൂല, അബ്ദി, എൻ്റെ അടിമ. റബ്ബുത്താലായുടെ അടിമയാണോ വിചാരിച്ചാ മതി. എന്നിട്ട് പറയുന്നു വ അന മഅഹു ഇദാ ദകറനി, ഞാൻ എൻ്റെ അടിമയുടെ കൂടെ തന്നെയുണ്ടാകും. ഇദാ ദകറനി, അവൻ ദിക്റിലാകുന്ന സമയമത്രയും. ബുഖാരിന്റെ ഹദീസാണിത്. വ അന മഅഹു, അല്ലാഹു പറയാണ് ഞാൻ അവനോടൊപ്പം എൻ്റെ അടിമയുടെ കൂടെയുണ്ടാകും, അവന് കൂട്ടിനുണ്ടാകും. ഇദാ ദകറനി, അവൻ എന്നെ ഓർക്കുമ്പോഴെല്ലാം അനുസ്മരിക്കുമ്പോഴെല്ലാം അവന്റെ കൂടെ തന്നെ ഞാൻ ഉണ്ടാകും. ഇതന്നെ അല്ലാഹു ഖുർആനിലും പറഞ്ഞത്. ഫദ്കുറൂനി അസ്കുറുകും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കൂ, എൻ്റെ ദിക്റിൽ നിലകൊള്ളൂ. അസ്കുറുകും, ഞാൻ നിങ്ങളെയും ദിക്ർ ചെയ്യാം, ഞാൻ നിങ്ങളെയും ഓർക്കാം. എന്താണ് ഈ പറഞ്ഞത്? ഇതൊക്കെ ഇങ്ങനെ കുറെ വഴന്നൽ കേട്ടിട്ടുണ്ടാവും. എന്താ ഈ പറഞ്ഞത്? ഫദ്കുറൂനി, നിങ്ങൾ എൻ്റെ ദിക്റിൽ നിലനിൽക്കുക, അസ്കുറുക്കും, ഞാൻ നിങ്ങളെയും ദിക്റാക്കാം. എന്ന് വെച്ചാല് ഈ ഭൂമിയിൽ നിൽക്കുന്ന ഒരു മുഹമ്മദ് പറഞ്ഞു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അപ്പൊ അല്ലാഹ് ആകാശത്ത് നിന്ന് മുഹമ്മദ് അസ്ഗർ, മുഹമ്മദ് അസ്ഗർ. അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്തു, അല്ലാഹ് എത്ര വലിയവൻ, ഏറ്റവും വലിയവൻ അല്ലയോ. അപ്പൊ അല്ലാഹു ഇവന്റെ കാര്യത്തില് മുഹമ്മദ് ഏറ്റവും നിസാരനല്ലയോ എന്നോർക്കുക. അല്ലാഹു ഗനിയുൻ, അല്ലെങ്കിൽ യാ ഗനിയു, എൻ്റെ റബ്ബ് മുതലാളിയാണ്. എല്ലാ മുതലാളിമാരുടെയും സമ്പത്തിന്റെ അധികാരിയായ മുതലാളി എൻ്റെ റബ്ബാണ്. യാ ഗനിയു, അല്ലയോ ഏറ്റവും വലിയ മുതലാളി എന്നോർത്തപ്പോ അല്ലാഹ് ആകാശത്ത് നീ മുഹമ്മദിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ പരമദരിദ്ര, യാ ഫഖീറു എന്നുള്ള അങ്ങോട്ടും വിളിക്കുക. ഇങ്ങനെയാണോ അതിന്റെ അർത്ഥം? ആണോ? യാ ഖവിയോ, ഏറ്റവും വലിയ ശക്തനായവനെ എന്നൊരടിമ ദിക്ർ ചെയ്യുമ്പോ അല്ലാഹു അവിടെ നിന്നിട്ട് യാ ലഈഫോ, പരമബലഹീനനായ മുഹമ്മദേ, അല്ലങ്ങട്ടൊരു വിളി, അല്ലെങ്കിൽ അല്ലൊരു ഓർക്കല്. ഇതാണ് ഇപ്പൊ പറഞ്ഞത്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് ഫദ്കുറൂനി അസ്കുറുക്കും, നിങ്ങൾ എന്നെ അനുസ്മരിക്കൂ, ഓർക്കൂ, ഞാൻ നിങ്ങളെ ഓർക്കാം. എങ്ങനെയാണ് അല്ല അങ്ങോട്ട് തിരിച്ചോർക്കൽ? എങ്ങനെയത്? ഒരു മുഹമ്മദ് യാ ഗനിയു എന്നോർത്താൽ പടച്ച തമ്പുരാൻ ഫഖീറായ മുഹമ്മദിനെ ഓർമ്മിക്കുകയും അവന്റെ ദാരിദ്ര്യം മാറ്റിക്കൊടുക്കുകയും ചെയ്യും. യാ ഖവിയു എന്നൊരടിമ ഓർത്താൽ ഖവിയായ ശക്തനായ അല്ലാഹു ബലഹീനനായ ഈ മുഹമ്മദിന് കരുത്തു കൊടുക്കും. യാ അക്ബർ, ഏറ്റവും വലിയവനായ അല്ലാഹുവേ എന്നൊരടിമ ഓർത്താൽ ഏറ്റവും നിസാരനായ അടിമക്ക് അല്ലാഹു ഉയർച്ച കൊടുക്കും. ഇതാണ് ഈ പറഞ്ഞത്. അല്ലാതെ അങ്ങനെ നമ്മൾ ചൊല്ലണ മാതിരി അല്ല അങ്ങനെ അങ്ങോട്ട് ചൊല്ലി വിടുക. എന്താപ്പാ ചൊല്ലലോണ്ട് കാര്യം? അള്ളാനെ നമ്മളിങ്ങനെ ഓർക്കുന്നത് പോലെ അല്ല ഇങ്ങോട്ട് ഇങ്ങനെ ഓർക്കുകയാണ്. അല്ല, അല്ല ഓർക്കുക എന്ന് പറഞ്ഞാൽ എടാ നിന്നെ എനിക്ക് ഓർമ്മ ഉണ്ടാവൂടാ അന്ന് എന്ന് ഞാൻ ഗൾഫിലൊക്കെ പോയിട്ട് നല്ല കട അവിടെ തുടങ്ങാൻ പോണത്, അതൊക്കെ ഒന്ന് വൃത്തിയായിട്ട് മുന്നേറി കഴിഞ്ഞാല് നിന്നെ ഓർമ്മ ഉണ്ടാവൂടാ എനിക്കെന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഓർക്കും എന്നാണോ അർത്ഥം? എന്താണ് ആ ഓർമ്മ ഉണ്ടാവും പറഞ്ഞതിനർത്ഥം? അല്ലെങ്കിൽ പറയാണ് നീ ഈ ബുദ്ധിമുട്ടുന്നതെന്നൊക്കെ രക്ഷപ്പെടുമ്പോ എന്നെ ഓർക്കണം.
എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആ ഓർമ്മയിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള അതിലധിഷ്ഠിതമായ സഹായം തന്നെയാണ് ആ ഓർമ്മ. ഫദ്കുറൂനി അദ്കുറുകും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ എന്നോട് നന്ദിയുള്ളവരാകണം. വലാ തക്ഫുറൂൻ, നിങ്ങൾ കാഫിരീങ്ങളാകരുതേ. അല്ലാഹു എങ്ങനെ കൂട്ടരെ അള്ളാഹ്ക്ക് നന്ദി ചെയ്യുക? എങ്ങനെ ചെയ്യാം? ഇതിപ്പോ നമ്മൾ തമ്മിൽ നന്ദി ചെയ്യുന്നത് പോലെയല്ല, അള്ളാഹുവിന് നന്ദി ചെയ്യണം എന്ന് അള്ളാഹ് ആവശ്യപ്പെടുക. വഷ്കുറൂലി, വഷ്കുറൂലി, നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കുവീൻ. വലാ തക്ഫുറൂൻ, നിങ്ങൾ നിഷേധ മനോഭാവം വെച്ചു പുലർത്തി നിങ്ങൾ പച്ചക്കാഫിരിങ്ങളായി ചത്തുപോകല്ലേ. അള്ളാഹ് പറയാൻ വഷ്കുറൂലി, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യൂ. എങ്ങനെ അള്ളാഹ്ക്ക് നന്ദി ചെയ്യാം? എൻ്റെ വീട്ടിൽ കല്യാണം ഉണ്ടായപ്പോൾ എൻ്റെ സ്നേഹിതൻ ജാഫർ വന്ന് ഹെൽപ്പ് ചെയ്തു. ഞാൻ എങ്ങനെയാ അവന് നന്ദി ചെയ്യാ? ജാഫറിന്റെ മോളെ കല്യാണം ഉണ്ടാവുമ്പോൾ ഞാൻ അവിടെ പോയി ഹെൽപ്പ് ചെയ്യാ, ഇതൊരു നന്ദിയാണ്. നേരെ മറിച്ച് ഞാൻ ആ വഴിക്ക് പോയില്ലെങ്കിൽ ജാഫർ എന്നെ കുറിച്ച് പറയും നന്ദിയില്ലാത്തവൻ അല്ലേ, പറയൂലേ? ഇത് നന്ദി പ്രകടനം എങ്ങനെയല്ലേ? സൃഷ്ടികൾ തമ്മിൽ നന്ദി. നീ ചെയ്യാൻ പറ്റില്ലെങ്കിൽ വാക്കുകൊണ്ട് താങ്ക് യു, നന്ദി ഉണ്ട് കേട്ടോ, അതൊരു സമാധാന, സന്തോഷ. ഇതേപോലെ അള്ളാഹിനോട് താങ്ക് യു, ആരോഗ്യം തന്നതിന് താങ്ക് യു, സമ്പത്ത് തന്നതിന് താങ്ക് യു. തീരോ ശുക്ർ? അള്ളാഹ്ക്ക് തേങ്ങയാണ് നിങ്ങളെ താങ്ക് യു. നിങ്ങളെ പുളിച്ചിമ്മ കയറ്റലൊന്നും അള്ള പുളിമ കയറൂല. 4 സുഖിപ്പിക്കലിന്റെ വർത്താനം പറഞ്ഞാലൊന്നും. ഇതൊക്കെ ചില മണ്ടന്മാർ പറയലുണ്ട്. ഞാൻ വലിയൊരു ദിക്ർ ഹൽക്കയുമായി ബന്ധപ്പെട്ട് വഴലിന് പോയി. ഞാനൊരു സ്ഥലം പറയില്ല, ആളെയും പറയില്ല, അതൊക്കെ ദീപത്താവും. അതിന്റെ ആവശ്യമില്ലല്ലോ, പരദൂഷണം പറയാനല്ലല്ലോ വെള്ളിയാഴ്ച ഈ നേരം. ഒരു പ്രദേശത്ത് ദിക്ർ ഹൽക്ക നടക്കുക. അപ്പൊ ഇതിന് മുഖ്യ പ്രഭാഷകൻ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ടുപോയി. അപ്പൊ എന്നോട് സംഘാടകർ പറഞ്ഞു, വലിയുല്ലാഹി അശൈഖുന കുനാ കുന അവിടെ വിശ്രമിക്കുന്നുണ്ടെന്ന് പോയി കണ്ടേക്കുവർ. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും മുതിർന്ന ആലിമീങ്ങള് അല്ലെ, ദ്വാരക്കാൻ കൊണ്ടുവന്ന വലിയ ആളല്ലേ, ഒന്ന് പോയി നോക്കാന്ന് കരുതി ചെന്ന് കണ്ടതാണ്. ചെന്ന് കണ്ടു നോക്കുമ്പോ അദ്ദേഹം പറയുന്ന പരാതിയും പരിഭവവും അദ്ദേഹത്തിന്റെ കടത്തിന്റെ അടങ്ങാറ്. ഒരുപാട് കടണ്ട്, മക്കളൊന്നും ഗുണം പിടിച്ചിട്ടില്ല. ഇയാളെ ജനങ്ങളെ കടം തീർക്കാൻ ദ്വാരക്കാൻ കൊടുന്നതാ. ഇയാളെ ജനങ്ങളെ കടം തീർക്കാൻ ദ്വാരക്കാൻ കൊടുന്നതാ. അയാളെ കടത്തിന്റെ കേസാ പറഞ്ഞത്. ആയിക്കോട്ടെ, എന്തേലും ആയിക്കോട്ടെ. ഇങ്ങേരും കെട്ട് എഴുന്നള്ളി ഒരു പച്ചത്തോർത്തുണ്ടൊക്കെ ഇട്ടിട്ട്, പച്ചത്തോർത്തുണ്ട് ഇട്ടാൽ ഔലിയ പാപ്പിയായി. ഇപ്പൊ ഇന്നത്തെ യൂണിഫോം അതാ, ഒരു പച്ചത്തോർത്തുണ്ടാണ് പോച്ച ഔലിയ. ഒരു അതന്നെ അതിന്റെ ക്വാളിഫിക്കേഷൻ. എന്നിട്ട് വന്നിട്ട് അദ്ദേഹം പറയാൻ, ഞാൻ ഗീബത്ത് പറയാനല്ല, പഠിക്കാൻ പറയാൻ, വ്യക്തിപ്പെടുത്ത വിഷയമല്ല. എന്താ അദ്ദേഹം പറയണ അറിയോ? മക്കളെ ദിക്ർ അങ്ങോട്ട് ചൊല്ലിക്കോളൂ, 1001 ദിക്ർ അങ്ങോട്ട് ചൊല്ലിയിട്ട് അങ്ങോട്ട് ദ്വാരന്നാല് അപ്പ അള്ള അങ്ങോട്ട് ഉത്തരം തരും. എന്താ തെളിവ്? ഖുർആൻ എന്നല്ല പറയുന്ന ഒരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞത്. നിങ്ങളെ നാട്ടിലൊരു വലിയ കിബറൻ മമ്മദാജി ഉണ്ട്. ആ മമ്മദാജിക്കാണെങ്കിൽ കോടിക്കണക്കിന് ഉറുപ്പ്യുണ്ട്, എല്ലാ ധനവും സൗകര്യവും ഉണ്ട് മമ്മദാജിക്ക്. പക്ഷെ ഒരാൾക്കും 10 പൈസ കൊടുക്കൂല മമ്മദാജി. അങ്ങനത്തെ മമ്മദാജിന്റെ മുന്നിൽ ചെന്നിട്ട് 100 ആളടി എന്നിട്ട്, മമ്മദാജി നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനല്ലയോ, മമ്മദാജി വലിയ ധർമ്മിഷ്ഠനല്ലയോ, എത്രയെത്ര അനാഥകൾക്കാണ് മമ്മദാജി സഹായിച്ചിട്ടുള്ളത്, എത്രയെത്ര പട്ടിണി പാവങ്ങൾക്കാണ് ആഹാരം കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് 100 രൂപ 20 രൂപ എന്ന് ചോദിച്ചാൽ 1000 കിട്ടും. ഇതുപോലെ അല്ലോ നീ വല്യോനല്ലേ, അല്ലോ നീ വിശുദ്ധനല്ലേ, അല്ലോ നീ ഖജനാവിന്റെ ഉടമല്ലേ, അല്ലോ നീ പരിശുദ്ധനല്ലേ, പടച്ചോനെ മകളെ കല്യാണം ശരിയാക്കി തരണം എന്ന് ചോദിച്ചാൽ കിട്ടും. ഇവരൊക്കെ പെരടി അടിച്ച് പൊട്ടിക്കണ്ടേ? തമാശല്ല. ഉദാഹരണം പറഞ്ഞ എന്താണ്? നാട്ടിലൊരു മുതലാളി, ആ മുതലാളിയെ 100 ആളെ മുന്നിൽ വിട്ട് നല്ല സുഖിപ്പിച്ചാൽ അയാൾ പൊങ്ങുമല്ലോ, എന്നിട്ട് പിരിവ് വെച്ച് അപ്പ കാശ് കിട്ടുമല്ലോ. ഇതുപോലെ അള്ളാനെ പൊക്കുക, ദിക്റല്ലിയിട്ട് അള്ളാനെ പൊക്കുക. സമൂഹത്തിന്റെ ഈമാൻ എന്താകും? ചങ്ങലക്ക് ഭ്രാന്തായ ആളെ അവസ്ഥ എന്തായിരിക്കും? എനിക്ക് വല്ലാത്ത അറപ്പും വെറുപ്പും. പിന്നെ ഒരു സദസ്സ് ഇരപ്പാക്കാൻ പറ്റൂലല്ലോ, ഞാൻ അവിടുന്ന് മിണ്ടിയില്ല. ഇപ്പൊ നിങ്ങളോടിത് പങ്കുവെച്ച എന്തിനും വേണ്ടിയിട്ടാ? വളരെ ഗൗരവമുള്ള സംഗതി ശുക്ർ പഠിപ്പിക്കാനാണ്. എങ്ങനെയാണ് ശുക്ർ? അള്ളാഹ്ക്ക് എന്തിനാണ് നമ്മളെ താങ്ക് യു? അതൊന്നും അള്ളാഹ്ക്ക് ആവശ്യമില്ല. പിന്നെ എങ്ങനെ അള്ളാഹ്ക്ക് നന്ദി ചെയ്യാ? നമ്മൾ പടപ്പുകൾ തമ്മിൽ നന്ദിയുടെ വാക്ക്, നന്ദിയുടെ പ്രവൃത്തിയൊക്കെ ചെയ്യൂലേ? ഇതെങ്ങനെ അള്ളാഹ്ക്ക് കൊടുക്കുക? അള്ളാഹ്ക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് ആവശ്യമുള്ളവനാണോ അള്ളാഹ്? ആണോ? അള്ളാഹിനോട് നന്ദിയുള്ളവനാകണ്ടേ? എങ്ങനെ അള്ളാഹ്ക്ക് നന്ദി ചെയ്യാ? വഷ്കുറൂലി വലാ തക്ഫുറൂൻ, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യുവീൻ, നിങ്ങൾ കാഫിറുകളായി പോകാതിരിക്കുവീൻ. എങ്ങനെ നന്ദി ചെയ്യാ?
മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹിനോട് ചോദിച്ചൊരിക്കൽ, യാ റബ്ബി കൈഫ അഷ്കുറുക, എൻ്റെ റബ്ബേ എങ്ങനെ നിനക്ക് ഞാൻ നന്ദി ചെയ്യാ? എൻ്റെ ഭാര്യക്ക് നന്ദി ചെയ്യാൻ എനിക്കറിയും. അവൾ എനിക്ക് ഭക്ഷണം പാചകം ചെയ്ത് തരുന്നു, എൻ്റെ മക്കളെ പോറ്റുന്നു, അതിനൊക്കെ എനിക്ക് അവളോട് നന്ദി ചെയ്യാൻ പറ്റുന്നുണ്ട്. അവളിൽ നിന്ന് ചില വെറുപ്പുള്ള വാക്കും പ്രവൃത്തിയും കണ്ടാലും ഞാൻ ക്ഷമിച്ച് നന്ദി കാണിക്കും ഞാൻ അവളോട്. എൻ്റെ സ്നേഹിതന്മാരോട് പ്രത്യുപകാരം എന്ന വിധേന ഞാൻ നന്ദി കാണിക്കുന്നവനാണ് ഞാൻ. യാ റബ്ബി കൈഫ അഷ്കുറുക, നിന്നോടെങ്ങനെ നന്ദി കാണിക്ക പടച്ചോനെ? അന്ത റബ്ബുൽ ആലമീൻ, നീ സർവ്വലോകങ്ങളുടെയും പരിപാലകനും സൃഷ്ടാവുമല്ലയോ അല്ലാ. കൈഫ അഷ്കുറുക, ഞാൻ എങ്ങനെ ശുക്ർ ചെയ്യും? അപ്പൊ അല്ലാഹു പറഞ്ഞു, ഫഖാല ലഹു റബ്ബുഹു, മൂസാ നബിയോട് റബ്ബ് പറയുന്നു, തദ്കുർനി വലാ തൻസാനി വഇദാ ദകർതനി ഫഖദ് ശകർതനി. യാ മൂസാ, എനിക്ക് നന്ദി ചെയ്യുക എന്നാൽ തദ്കുർനി, നീ എന്നെ കുറിച്ചുള്ള ഓർമ്മയിൽ ജീവിക്കുക. വലാ തൻസാനി, എന്നെ നീ മറന്നു കളയല്ല മൂസ. ഫഇദാ ദകർതനി, നീ എന്നെ ഓർത്താൽ ഫഖദ് ശകർതനി, നീ നന്ദിയുള്ളവനായി. അത്രേ നമ്മളെ ഡ്യൂട്ടി ഉള്ളൂ. നമ്മളെ ഡ്യൂട്ടി എത്ര ഉള്ളൂ? അള്ളാഹിനെ ഓർമ്മ ഉണ്ടാകുക എന്നുള്ളത്. അതെന്നെ അള്ളാഹിനോട് ചെയ്യണ നന്ദി. ആരോഗ്യമുണ്ട്, റബ്ബിനെ ഓർമ്മ വരണം. പോക്കറ്റിൽ കുറച്ച് പൈസ ഉണ്ട്, അള്ളാഹിനെ ഓർമ്മ വരണം. മനസ്സിനൊരു സന്തോഷമുണ്ട്, അള്ളാഹിനെ ഓർമ്മ വരണം. മക്കൾ നല്ല ഉഷാറുള്ള മക്കള്, അള്ളാഹിനെ ഓർമ്മ വരണം. നല്ലൊരു പുത്തൻ വണ്ടി, അള്ളാഹിനെ ഓർമ്മ വരണം. വീടിന്റെ പണി നടക്കുകയാണ്, ഓർമ്മ വരണം. ഹൗസ് വാമിംഗ് ആണ്, ഓർമ്മ വരണം. അസുഖാണ്, ഓർമ്മ വരണം. ദാരിദ്ര്യാണ്, ഓർമ്മ വരണം. ഇതാണ് ശുക്ർ. ഓർമ്മ വന്നാൽ എങ്ങനെ ഉണ്ടാവും? അള്ളാഹിന്റെ ഇഷ്ടത്തിലൂടെ അങ്ങനെ ജീവിക്കും. ഇതാ ശുക്ർ, ഇതാണ് ശുക്ർ. യാ മൂസ ഫഇൻ ദകർതനി ഫഖദ് ശകർതനി, നിന്നിൽ ദിക്റുണ്ടോ? നിന്നിൽ ദിക്റുണ്ടോ? നീ നന്ദിയുള്ളവനാണ്. അതുകൊണ്ട് മുത്തുമയ്യിന്നയിൽ എത്താനുള്ള ദിക്ർ അള്ളാഹിന്റെ റസൂലിൽ നിന്ന് സ്വഹാബത്തിന് കിട്ടി. അങ്ങനെ അവർക്ക് തുമനീനത്തുണ്ടായി. ആ സ്വഹാബത്തിന് ശേഷം ലോകത്ത് മഹാന്മാരായ അമ്പിയാക്കൾക്ക് ശേഷം ഔലിയാക്കൾ ആ ദിക്ർ പഠിപ്പിച്ചു. ആ ദിക്റൊക്കെയാണ് നമ്മളെ റാത്തീബുകളിലൊക്കെ ഉള്ളത്. ഇതൊക്കെ ഇപ്പൊ ചൊല്ലാനേ ഉള്ളൂ അല്ലേ? അല്ലാഹു മഴീ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചൊല്ലും. മല്ലാക്കാന്റെ നേതൃത്വത്തിൽ അള്ളാനെ കൂട്ട് കിട്ടൂല, ആ പറഞ്ഞോടത്ത് അവൻ എത്തൂല, സമാധാനം ഉണ്ടാവൂല. ദിക്ർ എന്താണോ പറഞ്ഞത് ആ പറഞ്ഞോടത്ത് എത്തണം, ആ പറഞ്ഞിടത്ത് എത്തണം, അപ്പോഴാ സമാധാനം കിട്ടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്റിലൂടെ മുത്തുമയ്യിന്നയിലെത്താൻ നമ്മളെയൊക്കെ സഹായിക്കും.